ഹലോ എവ്രി വൺ. മഹാരാജ എന്ന നമ്മുടെ നായകൻ ലക്ഷ്മിയെ കാണാനില്ലെന്നും പറഞ്ഞ് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. എന്തുകൊണ്ടാണെന്നറിയില്ല, പോലീസുകാർക്ക് ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ നായകൻ ലക്ഷ്മിയെ കണ്ടുപിടിച്ച് തന്ന 7 ലക്ഷം രൂപ തരാമെന്ന് പോലീസിനോട് പറഞ്ഞു. ഇത്രയും വലിയൊരു തുക പോലീസിന് മഹാരാജ കൊടുക്കണമെങ്കിൽ എന്തായിരിക്കും അതിന് കാരണം? ആരാണ് ഈ ലക്ഷ്മി? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ വളരെ ട്വിസ്റ്റുകളോടുകൂടിയും ഇൻട്രസ്റ്റിംഗ് ആയും പറഞ്ഞ ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് 2024 പുറത്തിറങ്ങിയ വിജയ് സേതുപതി ടൈറ്റിൽ റോളിലെത്തിയ മഹാരാജ. അപ്പോൾ എന്താണ് ലക്ഷ്മിക്ക് സംഭവിച്ചിട്ടുണ്ടാവുക എന്നറിയാനായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ വൺസ് അഗെയിൻ ഇറ്റ്സ് മീ, വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം. സിനിമയുടെ തുടക്കത്തിൽ ഒരു സലൂൺ കടയാണ് കാണിക്കുന്നത്. ഇവിടെയാണ് മഹാരാജ എന്ന നമ്മുടെ നായകൻ ജോലി ചെയ്യുന്നത്. മഹാരാജ കടയുടെ ഓണറോട് നാളെ മകളെയും ഭാര്യയും കൂട്ടി പുറത്തു പോകണം, അതിനായിട്ട് ലീവ് തരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന് ഓണറും അവനെ വഴക്ക് പറയുന്നുണ്ടെങ്കിലും കടയിൽ അങ്ങനെ കസ്റ്റമേഴ്സ് വരുന്നത് കുറവായതുകൊണ്ട് ലീവ് എടുത്തോ, പക്ഷെ ഇന്ന് കടയിലേക്ക് വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നീ വേണം ഷേവ് ചെയ്ത് കൊടുക്കാനെന്നും പറഞ്ഞ് ഓണർ പുറത്തേക്ക് പോയി. ആ സമയത്ത് ഒരു കസ്റ്റമർ അവിടെ ഷേവ് ചെയ്യാനായിട്ട് വന്നു. മഹാരാജയും അയാൾക്ക് ഷേവ് ചെയ്ത് കൊടുത്തു. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ മഹാരാജ ഒരു ടോയ് ഷോപ്പിൽ നിന്ന് ടോയ്സ് സെലക്ട് ചെയ്യുന്നതാണ്. ചില ബൊമ്മകൾ എടുത്ത് റോഡിന് ഓപ്പോസിറ്റുള്ള വീട്ടിലിരിക്കുന്ന ഭാര്യയോട് ഇത് മതിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് മഹാരാജയുടെ ഭാര്യയും മകളും ഇരിക്കുന്ന വീടിന്റെ റാക്കിന്റെ മേലെയായിട്ട് യൂസ് മീ എന്ന് എഴുതിയൊരു കുപ്പത്തൊടി നമ്മളെ കാണിച്ചു തരുന്നുണ്ട്. അതിനുശേഷം മഹാരാജ വീണ്ടും ബൊമ്മ വാങ്ങുന്നത് കാണിക്കും. അപ്പോഴാണ് പെട്ടെന്ന് കൺട്രോൾ വിട്ടു വന്ന ഒരു ലോറി ഇവന്റെ ഭാര്യയും മകളും ഇരിക്കുന്ന വീട്ടിലേക്ക് ഇടിച്ചു കയറിയത്. ഇത് കണ്ട മഹാരാജയും സ്റ്റക്കായ പോലെ നിന്ന് കരയാൻ തുടങ്ങി. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നെ ജ്യോതി എന്നൊരു പെൺകുട്ടി ഗ്രൗണ്ടിൽ റണ്ണിംഗ് റേസിൽ പങ്കെടുത്തോണ്ട് അവൾ ആരാണെന്നതിനെ കുറിച്ച് പറയാൻ ആരംഭിച്ചു. തന്റെ പേര് ജ്യോതി. പഠനത്തിൽ താൻ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആണെന്നും പക്ഷേ സ്പോർട്സിൽ വളരെ ഇൻട്രസ്റ്റഡ് ആണെന്നും അതുകൊണ്ട് തന്നെ മറ്റ് ടീച്ചേഴ്സിനൊന്നും തന്നെ ഇഷ്ടമല്ലെങ്കിലും PT മിസ്സിന് തന്നെ വളരെ ഇഷ്ടമാണെന്നും പറയുന്നുണ്ട്. എന്നിട്ട് ഫ്രണ്ടിനോട് തന്റെ വീടുള്ള സ്ഥലത്ത് ഒരു റോഡ് പോലും ഇല്ല, അവളുടെ വീട്ടിൽ 3 പേരാണുള്ളത്, അച്ഛൻ മഹാരാജ, പിന്നെ ഞാൻ, പിന്നെ ലക്ഷ്മി അമ്മയാണോ എന്ന് ഫ്രണ്ട് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മ ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. അപ്പോൾ ലക്ഷ്മിയാണ് ഞങ്ങളുടെ വീടിരിഞ്ഞപ്പോൾ എൻ്റെ മേലെ വന്ന് വീണ് രക്ഷിച്ചത് എന്ന് പറഞ്ഞു. കുപ്പത്തൊട്ടിയുടെ പേരാണോ ലക്ഷ്മി എന്ന് ഫ്രണ്ട്സ് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ജ്യോതിയെ രക്ഷിച്ചത് മുതൽ ലക്ഷ്മിയെയും ഇവരുടെ വീട്ടിലെ ഒരംഗമായിട്ടാണ് കാണുന്നത്. എല്ലാ വെള്ളിയാഴ്ചയും ലക്ഷ്മിയെ കുളിപ്പിച്ച് കുങ്കുമവും ഭസ്മവും എല്ലാം തൊടിപ്പിക്കും. ഇനി നമ്മുടെ മഹാരാജയെ കുറിച്ച് പറയാനാണെങ്കിൽ ആളിപ്പോ ജ്യോതി സലൂണിന്റെ ഓണറാണ്. വീട് വിട്ട കട, കട വിട്ട വീട്, അങ്ങനെ ഒരു സിമ്പിൾ ജീവിതം നയിക്കുന്നയാള്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മകൾ ജ്യോതി പഠിക്കുന്ന സ്കൂളിൽ ഒരു പ്രശ്നം ഉണ്ടായി. സോ സ്കൂളിന്റെ ഫൗണ്ടർ ജ്യോതിയോടും മഹാരാജയോടും വളരെ മോശമായ രീതിയിൽ സംസാരിച്ച് ജ്യോതിക്ക് TC കൊടുക്കുകയാണെന്നൊക്കെ പറഞ്ഞ് എന്തോ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ ജ്യോതിയെ വല്ലാതെ വഴക്കു പറഞ്ഞു. എന്നാൽ മഹാരാജ തന്റെ മകള് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തറപ്പിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് PT ടീച്ചർ വേറൊരു ആൺകുട്ടിയെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് തെറ്റ് ചെയ്തത് ജ്യോതിയല്ല ഈ പയ്യനാണെന്ന് പറഞ്ഞ് പ്രൂഫ് കാണിച്ചു കൊടുത്തത്. അപ്പൊ ഫൗണ്ടറും മറ്റ് ടീച്ചേഴ്സിനോട് ഇതൊന്നും അന്വേഷിക്കാതെയാണോ ഇവരെ വിളിച്ചോണ്ട് വന്നത് എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. എന്നിട്ട് ഇനി എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ നിനക്കും ചേർത്ത് TC തരുമെന്ന് ജ്യോതിയോട് പറഞ്ഞതും മഹാരാജ ഫൗണ്ടറിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സാർ, എൻ്റെ മകള് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന്, നിങ്ങൾ അറിയാതെ സംഭവിച്ചതാണെങ്കിലും എൻ്റെ മകൾക്ക് അത് വല്ലാതെ വിഷമായി, അതുകൊണ്ട് സാർ അവളോട് സോറി പറയണമെന്ന് പറഞ്ഞു. അതിന് ഫൗണ്ടറും ഞാൻ നിന്റെ മകളോട് സോറി പറയണമെന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ട് സെക്യൂരിറ്റിയെ വിളിച്ച് മഹാരാജയെ പുറത്തേക്ക് എടുത്തെറിയാൻ പറഞ്ഞു. എന്നാൽ സെക്യൂരിറ്റി മഹാരാജയെ പുറത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മഹാരാജ അവിടെയുള്ള ഒരു കമ്പിയിൽ മുറുകെ പിടിച്ച് പിടി വിടാതെ തന്റെ മോളോട് മാപ്പ് പറയണം സാറെന്ന് പറഞ്ഞുകൊണ്ട് നിന്നു. സെക്യൂരിറ്റിയും മറ്റ് സ്റ്റാഫ്സും ഒക്കെ മഹാരാജയുടെ പിടി വിടുവിക്കാനായിട്ട് ശ്രമിച്ചെങ്കിലും ഒരടി പോലും അനക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ കമ്പി ഒടിഞ്ഞ് സീലിംഗ് വീഴാനായ ഘട്ടത്തില് ജ്യോതി നേരെ ഫൗണ്ടറിന്റെ അടുത്ത് ചെന്ന് സാറിനോട് സോറി പറയുന്നത് വരെ അച്ഛൻ അവിടുന്ന് പിടി വിടില്ല എന്ന് പറഞ്ഞതും അപ്പോഴാണ് ആ ഫൗണ്ടറും ഞാൻ സോറി പറയാന്ന് പറഞ്ഞത്. എന്നിട്ട് ജ്യോതിയോട് സോറിയും പറഞ്ഞു. അപ്പോഴാണ് മഹാരാജ ആ പിടി വിട്ടത്. എന്നിട്ട് ഇതാണ് എൻ്റെ അച്ഛൻ, എന്നെ ആരുടെ മുന്നിലും താഴ്ത്തില്ല എന്നും ജ്യോതി പറഞ്ഞു. അതിനുശേഷം ജ്യോതി ഒരു സ്പോർട്സ് പ്ലെയർ ആയതുകൊണ്ട് ഒരാഴ്ചയ്ക്ക് സ്പോർട്സ് ക്യാമ്പിന് പോവുകയാണ്. എന്നിട്ട് അച്ഛനോട് വെള്ളിയാഴ്ച ലക്ഷ്മിയെ കുളിപ്പിക്കണം, എന്നിട്ട് എനിക്ക് ഫോട്ടോ അയച്ച് തരണമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി. മഹാരാജയും ശരി എന്ന് പറഞ്ഞ് തലയാട്ടി മകളെ ക്യാമ്പിന് പറഞ്ഞയച്ചു. അങ്ങനെ ഒരു ദിവസം മഹാരാജ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നതും വീട്ടിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. മഹാരാജ തല പൊട്ടി ചോരയൊളിച്ച്
ഹാളിൽ മയങ്ങി കിടക്കുകയാണ്. ഒരു പാമ്പ് മഹാരാജയുടെ മേലെ കൂടെ കയറി പോകുന്നതും നമുക്ക് കാണാൻ കഴിയും. ആ വീട്ടിലെന്താ നടന്നതെന്ന് നമുക്ക് കാണിച്ചു തരുന്നില്ല. എന്നാൽ വീട്ടിലെ എല്ലാ സാധനങ്ങളും തട്ടിപ്പൊട്ടി കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ എന്തോ നടന്നിട്ടുണ്ട് എന്ന് മാത്രം നമുക്ക് മനസ്സിലാവും. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ ഒരു പൊളിറ്റിക്കൽ പവർ ഉള്ള ഒരുത്തൻ ഒരു കാർ മെക്കാനിക് ഷോപ്പിലേക്ക് വന്ന് കാർ സർവീസിന് തന്ന അതിലുള്ള കണ്ണാട മോഷ്ടിക്കുന്നു എന്നും പറഞ്ഞ് മെക്കാനിക് ഷോപ്പിലെ മാനേജറെ എടുത്ത് അടിക്കാൻ തുടങ്ങി. ആ സമയം ധന എന്നൊരു മെക്കാനിക് ബൈക്കിൽ അവിടേക്ക് വന്നു. മാനേജറും ധനയുടെ അടുത്തേക്ക് വന്ന് ഇന്നലെ വൈകുന്നേരം കൊടുത്ത കാറിലുണ്ടായിരുന്ന കണ്ണട നീ എടുത്തോന്ന് ചോദിച്ചതും ആ പൊളിറ്റീഷ്യൻ ഇന്നലെ വൈകുന്നേരം തരേണ്ട വണ്ടി ഇന്ന് രാവിലെയാണ് തരുന്നതെന്നും പറഞ്ഞ് ധനയെ വന്ന് അടിച്ചു. എന്നിട്ട് നൈറ്റ് ഫുൾ എൻ്റെ കാറിൽ ചുറ്റി നടന്ന് എൻ്റെ ലീഡർ തന്ന കണ്ണട നീ എടുത്തല്ലേ എന്നും പറഞ്ഞ് ധനയെ കുത്താനായിട്ട് വന്നു. എന്നാൽ ധന ഒരു തുള്ളി പോലും പേടിക്കാതെ ആ പൊളിറ്റീഷ്യനെ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. ഈ പൊളിറ്റീഷ്യനും ആ കണ്ണട എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഗ്യാരേജ് തന്നെ കത്തിച്ച് കളയുമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോയി. ധനയും അയാളെ ദേഷ്യത്തോടെ നോക്കിയിരുന്നു. എന്നിട്ട് അന്ന് രാത്രി തന്നെ ധന ആ പൊളിറ്റീഷ്യനെ അന്വേഷിച്ച് ഒരു ബാറിലേക്ക് വന്നു. ഈ പൊളിറ്റീഷ്യൻ ആ ഏരിയയിലുള്ള കൗൺസിലർ ആണെന്ന് തോന്നുന്നു. കൂടെ വേറെ അണികളുണ്ട്. എന്നിട്ട് ഈ ധന ഈ പൊളിറ്റീഷ്യന്റെ മുന്നിൽ വന്ന് അയാൾ അന്വേഷിച്ച് നടന്നിരുന്ന ആ ലീഡർ കൊടുത്ത കണ്ണട എറിഞ്ഞു പൊട്ടിച്ചു. ഇത് കണ്ട് ദേഷ്യം വന്ന ആ പൊളിറ്റീഷ്യനും ഇവനെ അടിക്കാനായിട്ട് വന്നു. എന്നാൽ ധന അയാളെ അവിടെയുള്ള ബോട്ടിൽ കൊണ്ട് തലക്കടിച്ച് അയാളുടെ കഴുത്തും ഒരു സൈഡിലേക്ക് ലോക്കാക്കി അവിടുന്ന് പോയി. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ നമ്മുടെ മഹാരാജ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് SIനോട് വീട്ടിലുള്ള ലക്ഷ്മിയെ കാണുന്നില്ല എന്നും പറഞ്ഞ് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറഞ്ഞു. അതിന് SIയും FIR എഴുതണോ വേണ്ടിയോ എന്ന് ഞാൻ തീരുമാനിച്ചോളാം, അത് നടന്നത് എന്താണെന്ന് മഹാരാജയോട് പറയാൻ പറഞ്ഞു. അതിന് മഹാരാജയും സർ, എൻ്റെ പേര് മഹാരാജ, ഞാൻ KK നഗറിൽ സലൂൺ നടത്തുകയാണ്. ഇന്നലെ രാത്രി ഒരു 10 മണിയായിട്ടുണ്ടാവും സർ. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. എപ്പോഴും വീട്ടിലെ ചെടിച്ചട്ടിയുടെ അടിയിലാണ് ചാവി വെക്കാറ്. അതെടുത്ത് ഡോറ് തുറന്ന് ബാഗ് അഴിച്ചു വെച്ചു. റൂമിൽ പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് തിരിഞ്ഞതും എന്തോ ഒരു സൗണ്ട് കേട്ടു സർ. ഏതോ 2 പേരും മുഖംമൂടി ധരിച്ചിരുന്നു. ആരാന്ന് ഞാൻ സൗണ്ട് ഉണ്ടാക്കി. എന്നാൽ അവര് പെട്ടെന്ന് എന്റെ വാ പൊത്തി. ആ സമയം റൂമിലുണ്ടായിരുന്ന 3ാമതൊരുത്തൻ എന്റെ ചെവി കടിച്ചു സർ. ഞാൻ അവിടെ മയങ്ങി വീണു പോയി സാർ എന്ന് മഹാരാജ എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പിന്നെ എന്റെ വീട്ടിലെ ലക്ഷ്മിയെ എടുത്തോണ്ട് പോയി എന്നും പറഞ്ഞു. SIയും ലക്ഷ്മി എന്ന് പറയുമ്പോൾ എത്ര പവന എടുത്തോണ്ട് പോയെന്ന് ചോദിച്ചതിന് ലക്ഷ്മി സ്വർണ്ണമല്ല സാർ, പിന്നെ പണമാണോ? പണമല്ല, പിന്നെ എന്താന്ന് ചോദിച്ചതിന് മഹാരാജ ഇങ്ങനെയെന്ന് കാണിച്ചു. SIയും മനുഷ്യന് മനസ്സിലാവുന്നത് പോലെ പറയടോന്ന് പറഞ്ഞതും മഹാരാജ ഫോണിൽ ലക്ഷ്മിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പോഴാണ് ലക്ഷ്മി എന്നത് ഒരു കുപ്പത്തൊട്ടിയാണെന്ന് പോലീസിന് മനസ്സിലായത്. എന്നിട്ട് SI ആ കുപ്പത്തൊട്ടിയുടെ അകത്ത് വല്ല സ്വർണ്ണോ പണോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ആ കുപ്പത്തൊട്ടി സ്വർണ്ണം ആണോ എന്ന് ചോദിച്ചതിന് മഹാരാജയോ അല്ല സാർ, ആ കുപ്പത്തൊട്ടി സാധാരണ ഇരുമ്പാണ്, അതിനകത്തും ഒന്നും ഇല്ലായിരുന്നു എന്നും പറഞ്ഞു. ഇരുമ്പെന്ന് പറയുമ്പോൾ അതിനൊരു 300-400 രൂപ വരും. ഇതൊക്കെ ഒരു കേസാണോ എന്ന് ചോദിച്ച് പോലീസ് അയാളെ ചീത്ത പറഞ്ഞ് കുപ്പത്തൊട്ടി കണ്ടുപിടിക്കലല്ല പോലീസിന്റെ ജോലിയെന്നും പറഞ്ഞ് മഹാരാജയെ അടിച്ചു പുറത്താക്കാൻ പറഞ്ഞു. എന്നാൽ ഈ കേസ് എടുത്തില്ലെങ്കിൽ വലിയ ഉദ്യോഗസ്ഥർക്ക് കംപ്ലൈന്റ് കൊടുക്കുമെന്ന് പറഞ്ഞ് മഹാരാജ അവിടെയുള്ള ഒരു സ്റ്റാൻഡിൽ പിടിച്ച് പിടിവിടാതെ നിന്നു. എല്ലാ പോലീസുകാരും ചേർന്ന് മഹാരാജയെ പുറത്തേക്ക് വലിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് സാധിച്ചില്ല. അങ്ങനെ മഹാരാജ മുറുകെ പിടിച്ചിരുന്ന സ്റ്റാൻഡ് പെട്ടെന്ന് പൊട്ടി മേലെയുള്ള സാധനങ്ങളെല്ലാം താഴെ വീണു. അപ്പൊ അതിലുള്ള ഒരു കുടത്തിനകത്ത് നിന്ന് ഒരു പാമ്പ് പുറത്തേക്ക് വന്നതും അത് കണ്ട് സ്റ്റേഷനിലുണ്ടായിരുന്ന എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടി. എന്നാൽ മഹാരാജ ആ പാമ്പിനെ എടുത്ത് പുറത്തേക്ക് വന്നു. ഇത് കണ്ട പോലീസും ഇൻസ്പെക്ടർ വന്നിട്ട് എന്താന്ന് വെച്ചാ ചെയ്യാം, ഇപ്പൊ നീ മണ്ടത്തരൊന്നും കാണിക്കരുതെന്ന് മഹാരാജയോട് പറഞ്ഞു. അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പൊ ഇൻസ്പെക്ടറെയാണ് കാണിക്കുന്നത്. ഈ ഇൻസ്പെക്ടർ ഒരു കള്ളനെ പിടിച്ച് സ്വർണ്ണമാലയെല്ലാം സീസ് ചെയ്ത് അതിന്റെ ഉടമസ്ഥർക്ക് തിരിച്ചു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ വീട് കാണാൻ നല്ല സൗകര്യമുള്ള വലിയൊരു വീടായിരുന്നു. അതുകൊണ്ട് ഇൻസ്പെക്ടർ ആ വീടിന്റെ ഓണറിനോട് നിങ്ങൾക്ക് ശമ്പളം കുറവായിട്ടും എങ്ങനെയാണ് 7 കോടിയുടെ വീട് ഉണ്ടാക്കിയതെന്ന് സാധാരണ പോലെ ചോദിച്ചു. അതിന് ആ വീടിന്റെ ഓണറും അത് നിങ്ങൾ അറിയേണ്ട ആവശ്യമില്ല, സ്വർണം കണ്ടുപിടിച്ച് തരുന്നതാണ് നിങ്ങളുടെ ജോലി, അത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞു, ദയവ് ചെയ്ത് ഇവിടുന്ന് പോണെന്ന് പറഞ്ഞതും ഇൻസ്പെക്ടറും അവിടുന്ന് പുറത്തേക്ക് വന്നു. എന്നാൽ ഇൻസ്പെക്ടർ കൊണ്ടു കൊടുത്ത എല്ലാ സ്വർണവും ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു. ഓണർ അത് ചെക്ക് ചെയ്ത് എന്താ സാർ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞതും ഇൻസ്പെക്ടറും കള്ളന്റെ കയ്യിൽ നിന്ന് സീസ് ചെയ്തത് ഈ സ്വർണങ്ങളാണ്, അത് നിങ്ങളും ഓക്കെ ചെയ്തതല്ലേ, ചിലപ്പോൾ നിങ്ങൾ അലമാരയിൽ സൂക്ഷിച്ചത് ഇതായിരിക്കും. എന്നിട്ട് പോലീസിനെ കുറ്റം പറയാണോ എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടർ അവരോട് ചൂടായിട്ട് സംസാരിച്ചു. ആക്ച്വലി ഇതെല്ലാം ഈ ഇൻസ്പെക്ടർ ഒപ്പിച്ച പണിയാണ്. ഒറിജിനൽ സ്വർണം ഈ ഇൻസ്പെക്ടർ എടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇവർക്ക് കൊടുത്തത്. ഇതുപോലുള്ള ഒരുപാട് കള്ളപരിപാടികൾ ഈ ഇൻസ്പെക്ടർ ചെയ്തിട്ടുണ്ട്. എങ്കിലും ആ കള്ളന്റെ
അവന്റെ ഫാമിലിയെ ഇയാൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കേസ് കഴിഞ്ഞ് തിരിച്ച് സ്റ്റേഷനിലേക്ക് വന്നപ്പോഴാണ് അവിടെ നടന്ന പരാക്രമങ്ങളൊക്കെ ഇയാൾ കണ്ടത്. ഇൻസ്പെക്ടർ മഹാരാജയോട് എന്താണ് നടന്നതെന്ന് ചോദിച്ചതിന് ഓൾറെഡി SIനോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ മഹാരാജ ഇൻസ്പെക്ടറിനോട് റിപ്പീറ്റ് ചെയ്തു. അതിന് SIയും സർ ഇയാളുടെ കുപ്പത്തൊട്ടി കാണാനില്ലെന്നും പറഞ്ഞാണ് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതെന്നും പറഞ്ഞതും ഇൻസ്പെക്ടർ പേഴ്സിൽ നിന്ന് പണം എടുത്ത് നീ പുതിയൊരു കുപ്പത്തൊട്ടി വാങ്ങിക്കോ എന്ന് പറഞ്ഞു. മഹാരാജയും എനിക്ക് പണം വേണ്ട സർ, അതെന്റെ ലക്ഷ്മിയാണ്, അതാണ് എന്റെ മകളുടെ ജീവൻ രക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോ ഇൻസ്പെക്ടറും നിങ്ങൾ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല, വിശ്വസിക്കാൻ പറ്റിയ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഈ കേസ് എടുക്കാമെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞതിന് മഹാരാജയും വന്നവന്റെ മേല് ഒരടയാളം ഉണ്ടായിരുന്നു, അവന്റെ പുറത്ത് ചെവി മുളച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടുകൊണ്ട് നിന്ന വേറൊരു അക്യൂസ്ഡ് 2 ചെവി അടച്ചു പിടിച്ച മൂന്നാമത്തെ ചെവി കേൾക്കുമെന്ന് ചോദിച്ച് കളിയാക്കി. അപ്പൊ ഓൾറെഡി നമ്മുടെ ഇൻസ്പെക്ടർ ടെൻഷനിലാണല്ലോ ഉള്ളത്. ഇവന്റെ ഈ കളിയാക്കലും കൂടി കേട്ടപ്പോ ഇൻസ്പെക്ടറിനുണ്ടായ ദേഷ്യമല്ല ഈ അക്യൂസ്ഡിനെ അടിച്ചു തീർത്തു. ആ സമയം മഹാരാജ ഇൻസ്പെക്ടറിന്റെ അടുത്ത് വന്നിട്ട് സാർ നിങ്ങൾക്ക് ഈ കേസ് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ കേസ് CBIക്ക് കൈമാറിക്കോളൂ എന്ന് പറഞ്ഞതും ഇൻസ്പെക്ടറിന് വീണ്ടും ദേഷ്യം വന്ന് തോക്കെടുത്ത് മറ്റു പോലീസുകാരോട് മഹാരാജയെ എടുത്ത് പുറത്തേക്ക് എറിയാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ പോലീസുകാരും കൂടി മഹാരാജയെ എടുത്ത് പോലീസ് സ്റ്റേഷനെ പുറത്തേക്ക് എറിഞ്ഞു. ഇൻസ്പെക്ടറും വന്ന് മേലിൽ ഈ പരിസരത്ത് നിന്നെ കണ്ടു പോകരുതെന്നും പറഞ്ഞ് അവന് നേരെ തോക്ക് ചൂണ്ടി. പാവം മഹാരാജയും അവിടുന്ന് എഴുന്നേറ്റ് പോയി. അപ്പൊ ഇൻസ്പെക്ടറും ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എത്ര പേരുണ്ടായിട്ടും അവന് പുറത്താക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് പോലീസുകാരെല്ലാം ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹാരാജ വീണ്ടും അവിടേക്ക് വന്ന് എന്റെ കയ്യിൽ 40,000 രൂപയുണ്ട്, എന്റെ ലക്ഷ്മിയെ കണ്ടുപിടിച്ച 5 ലക്ഷം രൂപ തരാം, എന്റെ മകള് സ്പോർട്സ് ക്യാമ്പിന് പോയതാണ്, ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു വരും, വന്ന പാടെ അവള് ലക്ഷ്മിയെ ആയിരിക്കും ചോദിക്കുക, അവള് വരുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും സാറ് ലക്ഷ്മിയെ കണ്ടുപിടിച്ച് തരണമെന്ന് പറഞ്ഞ് ഒരു കുപ്പത്തൊട്ടിക്ക് വേണ്ടി മഹാരാജ ഇത്രയും പണം ചെലവാക്കാണ്. എന്നാൽ ഇൻസ്പെക്ടർ ഇത് കേട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് മഹാരാജയുടെ മുഖത്തടിച്ചു. അവിടുന്ന് കട്ടേത് ഇപ്പൊ അടുത്തുള്ള ഒരു ചായക്കടയിൽ നിന്നിട്ട് ഒരു കോൺസ്റ്റബിള് പണം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു ഇൻസ്പെക്ടറിന് ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പണം കൊടുക്കാൻ പാടുണ്ടോ, ഇനി തരാനുള്ള പണം ഇവിടേക്ക് കൊണ്ടുവന്ന് തന്നാ മതി എന്ന് കോൺസ്റ്റബിള് മഹാരാജയോടും പറഞ്ഞു. പണം കിട്ടിയ ശേഷം ഇൻസ്പെക്ടറും ഈ കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. മഹാരാജയുടെ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ അവിടെ എല്ലാം ചിന്നി ചിതറി കിടക്കുന്നുണ്ടായിരുന്നു. വീട് പരിശോധിച്ചപ്പോഴാണ് മഹാരാജയുടെ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപയുടെ സേവിങ്സ് ഉണ്ടെന്ന് ഇൻസ്പെക്ടറിന് മനസ്സിലായത്. അങ്ങനെ ഇൻവെസ്റ്റിഗേഷൻ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പുറത്ത് ജ്യോതി സ്പോർട്സ് ക്യാമ്പിൽ നിന്നുള്ള വീഡിയോ വാട്സപ്പിൽ അയച്ചത് മഹാരാജ കാണുന്നത്. ഇത് കണ്ട് അയാൾക്ക് വല്ലാത്ത സങ്കടം വന്നു. പോലീസും ഒരു സാധാരണ കുപ്പത്തൊട്ടിക്ക് വേണ്ടി ഇവ ഇത്രയും പണം ചെലവാക്കണമെങ്കിൽ ഈ വീട്ടിൽ വേറെന്തോ നടന്നിട്ടുണ്ട്, അവൻ നമ്മളോടെന്തോ മറക്കുന്നുണ്ട് എന്നും പറഞ്ഞു. ഇൻസ്പെക്ടർ മഹാരാജയെ ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് പലതരത്തിലുള്ള കള്ളന്മാരുണ്ട്, ചെയിൻ സ്നാച്ചിങ്, പിക് പോക്കറ്റിംഗ്, അങ്ങനെ പലതും. ആർക്കും ആവശ്യമില്ലാത്തൊരു കുപ്പത്തൊട്ടിന്ന് ഇൻസ്പെക്ടർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഹാരാജ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയണ്ട സാർ, ആ 5 ലക്ഷത്തിന്റെ കൂടെ 2 ലക്ഷം കൂടി ചേർത്ത് മൊത്തം 7 ലക്ഷം ഞാൻ തരാം, എന്റെ മകള് വരുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും എനിക്ക് ലക്ഷ്മിയെ കണ്ടുപിടിച്ച് തന്നാ മതി എന്നും പറഞ്ഞു. അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പൊ കഥയിലെ വില്ലനെയാണ് കാണിക്കുന്നത്. വില്ലന്റെ പേര് സെൽവം. ഇവൻ ഏതോ ഒരു വീട്ടിലിരുന്ന് ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വീട്ടുകാരെല്ലാവരും ഇവൻ കെട്ടിവെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെയുള്ള സ്വർണവും പണവും എല്ലാം എടുത്ത് ബാഗിലാക്കുകയായിരുന്നു. വീട്ടുകാരും നിങ്ങൾക്ക് വേണ്ട എല്ലാം എടുത്തില്ലേ, ഞങ്ങൾ വെറുതെ വിട്ടേക്കെന്ന് പറഞ്ഞതിന് സെൽവവും ഞാൻ നിങ്ങളെ വിട്ടേനെ, പക്ഷെ എന്റെ മുഖംമൂടി അഴിച്ച് നിങ്ങൾ എന്നെ കണ്ടില്ലേ, സോ എന്നെ കണ്ട ആരെയും ഞാൻ ജീവനോടെ വിട്ടിട്ടില്ല എന്നും പറഞ്ഞു. ഈ സെൽവന്റെ കൂടെ വേറൊരുത്തനും ഉണ്ട്, ശബരി. ഇവർ രണ്ടുപേരും ചേർന്നാണ് വീടുകളിൽ കവർച്ച നടത്തുന്നതും വീട്ടുകാരെ കൊല്ലുകയും ചെയ്യുന്നത്. ഈ സെൽവം ഏത് വീട്ടിൽ നിന്ന് മോഷണം നടത്തിയാലും ആ വീട്ടിലെ എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സാധനം ഇവൻ എടുത്തോണ്ട് വരാറുണ്ട്. അതുപോലെ ആ വീട്ടിൽ നിന്നും ചെറിയൊരു ഫ്ലവർ പോട്ട് പോലുള്ള ഒരു സാധനം എടുത്ത് പോക്കറ്റിലിട്ട് ആ വീട് മൊത്തത്തിൽ ബ്ലാസ്റ്റ് ചെയ്ത് അവിടുന്ന് പോയി. ഇനി ഈ സെൽവം ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ഇവനൊരു ഭാര്യയും മകളും അടങ്ങിയ നല്ലൊരു ഫാമിലി ഉണ്ട്. ഇവൻ എടുത്തോണ്ട് വരുന്ന ആ സാധനം ഇവന്റെ മകൾക്ക് കൊടുക്കും. മകളത് വേണ്ടാന്ന് പറഞ്ഞാൽ അത് കുപ്പത്തൊട്ടിയിലേക്ക് എടുത്തിടും. ഈ കുപ്പത്തൊട്ടിയാണ് നമ്മുടെ നായകൻ മഹാരാജയുടെ ലക്ഷ്മി. അപ്പുറത്ത് പോലീസും ഈ കുപ്പത്തൊട്ടി അന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഈ സെൽവം മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. ഈ സെൽവം മോഷണവും കൊലപാതകവും ഒക്കെ നടത്തുന്നുണ്ടെങ്കിലും അവന്റെ ഭാര്യയോടും മകളോടും വലിയ സ്നേഹമാണ്. അങ്ങനെ ഒരു ദിവസം ഇവനൊരു സാധനം എടുക്കുന്ന സമയത്ത് മകളുടെ പുറത്തേക്ക് സ്ലാബ് വീണ് മോൾക്ക് പരിക്ക് പറ്റി. അതിന് മരുന്ന് വെച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പുറത്ത് പോലീസും ഈ കുപ്പത്തൊട്ടി അന്വേഷിച്ച് കിട്ടാതായപ്പോ അവസാനം ഇതുപോലൊന്ന് പുതുതായി ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അതിനായി ഒരു പാത്രക്കടയിൽ വന്ന് അന്വേഷിക്കുന്ന സമയത്താണ് നല്ല ശിവൻ എന്ന് പറയുന്ന ഒരു പുതിയ ക്യാരക്ടർ ഈ കഥയിലേക്ക് വരുന്നത്. ഈ നല്ല ശിവൻ പോലീസിനെ ചില കേസുകളിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോലീസ് ഇൻഫോമറാണ്. അതുകൊണ്ട് കോൺസ്റ്റബിൾ ഈ കുപ്പത്തൊട്ടിയുടെ ഫോട്ടോ നല്ല ശിവത്തിനെ കാണിച്ചതും അയാളും
പോലീസിന് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് കോൺസ്റ്റബിളിന്റെ കൂടെ വന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും അന്വേഷണം തുടർന്നു. അതേസമയം തന്നെ എസ്ഐയും മഹാരാജ എന്തോ ഇല്ലീഗലായിട്ട് ചെയ്യുന്നുണ്ടെന്ന് കരുതി മഹാരാജയുടെ മൊബൈൽ നമ്പറും എല്ലാം ട്രാക്ക് ചെയ്യാനായിട്ട് കൊടുത്തു. മഹാരാജയാണെങ്കിൽ വേറെ എവിടെയും പോവാതെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരിക്കുകയായിരുന്നു. സ്റ്റേഷനിലുള്ള മറ്റു പോലീസുകാർ മഹാരാജയെ കുപ്പത്തൊട്ടി എന്ന് വിളിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അയാളുടെ ദിവസവും സമയവും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ചെലവഴിച്ചു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം സിനിമയുടെ തുടക്കത്തിൽ നമ്മളൊരു കാറ് മെക്കാനിക് ഷെഡ് കാണിച്ചിരുന്നല്ലോ, അവിടെയുള്ള മാനേജർ കൂടെ വർക്ക് ചെയ്യുന്ന ധനയെ കാണാനില്ല എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് വന്നു. ഈ ധന വേറെ ആരുമല്ല, ഒരു പൊളിറ്റീഷ്യനെ അടിച്ചിരുന്നില്ലേ അവൻ തന്നെ. അങ്ങനെ ആ മാനേജർ ധനയുടെ ഫോട്ടോ കയ്യിൽ പിടിച്ച് സ്റ്റേഷനിൽ ഇരിക്കുന്നത് കണ്ട മഹാരാജയും അയാളോട് ഇത് നിങ്ങളുടെ ഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചു. അതിന് മാനേജറും ഇവൻ എവിടാന്ന് കണ്ടെത്തിയാലേ ആ പൊളിറ്റീഷ്യൻ തന്നെ വെറുതെ വിടുള്ളൂ എന്ന് മഹാരാജയോടും പറഞ്ഞു. ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. അതിൽ മഹാരാജ വീട്ടിൽ മയക്കത്തിൽ നിന്ന് കണ്ണ് തുറന്നതും വാതിലിനടുത്ത് ഒരു ടോൾ ഗേറ്റിന്റെ റെസിപ്റ്റ് കണ്ടു. ആ കാർ നമ്പർ അന്വേഷിച്ച് കാറിന്റെ ഓണർ എടുത്തും പോയി. ആ ഓണർ വേറെ ആരുമല്ല, ആ പൊളിറ്റീഷ്യൻ ആയിരുന്നു. അയാളുടെ അടുത്ത് വന്ന് ചോദിച്ചപ്പോ അയാളും നിന്നെയും അവൻ തല്ലിയല്ലേ എന്ന് ചോദിച്ചു. അവിടുന്ന് കുറച്ചു സമയം കഴിഞ്ഞാണ് ധന അവിടേക്ക് വന്ന് ആ കൂളിംഗ് ഗ്ലാസ് എറിഞ്ഞു പൊട്ടിച്ചതും ആ പൊളിറ്റീഷ്യനെ തല്ലിയതും. അവിടെ പ്രശ്നം നടക്കുന്ന സമയത്ത് മഹാരാജയും ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ശേഷം ധന പോകുന്ന സമയത്ത് മഹാരാജ അവനെ ഫോളോ ചെയ്തു. തന്നെ ആരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ധന അവന്റെ ആൾക്കാരുള്ള സ്ഥലത്തേക്ക് പോയി. മഹാരാജയും ഫോളോ ചെയ്തു വന്നു. ഇവരൊരു പഴയ ഫാക്ടറിയിലാണ് വന്ന് എത്തിയത്. എന്നിട്ട് ധനയും അവന്റെ ആൾക്കാരും മഹാരാജയെ അടിച്ച് നിന്നെ അന്ന് തന്നെ കൊല്ലേണ്ടതായിരുന്നു, ജീവനോടെ വിട്ടത് തെറ്റായി പോയി എന്ന് പറഞ്ഞ് ധന അവന്റെ ആൾക്കാരോട് മഹാരാജയെ കൊന്നുകളയാൻ പറഞ്ഞു. എന്നാൽ അവിടെ നമ്മുടെ മഹാരാജ അവൻ ഷേവ് ചെയ്തു കൊടുക്കുന്ന കത്തി എടുത്ത് എല്ലാവരെയും കുത്തി വീഴ്ത്തി. എന്നിട്ട് ധനയെ അടിച്ച് അവന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു രണ്ടുപേര് ആരായിരുന്നു എന്ന് ചോദിച്ചു. അതിന് ധനയും എന്റെ കൂടെയുള്ളവരിൽ ഒരുത്തൻ പോലീസിന്റെ അടുത്ത ആളാണ്, നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ കണ്ടുപിടിക്കുക എന്ന് അഹങ്കാരത്തോടെ പറഞ്ഞ് മഹാരാജയുടെ കാലിൽ കുത്തിയ ശേഷം ബൈക്ക് എടുത്ത് രക്ഷപ്പെടാൻ നോക്കിയതും മഹാരാജ അവന്റെ പിന്നാലെ വന്ന് അവന്റെ കഴുത്തറുത്ത് അവനെ കൊന്നു കളഞ്ഞു. നമ്മുടെ മഹാരാജ പോലീസ് സ്റ്റേഷനിൽ തന്നെ എപ്പോഴും വന്നിരിക്കുന്നതിന് കാരണം പോലീസിന്റെ അടുത്ത ആളാണ് ഇവരിൽ ഒരാളെന്നാണല്ലോ ധന പറഞ്ഞിരുന്നത്. അപ്പൊ അയാളെങ്ങാനും സ്റ്റേഷനിലേക്ക് വന്ന പോലീസ് അവരുടെ ആൾക്കാരെ കാട്ടിക്കൊടുക്കില്ലല്ലോ, അത് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ സ്റ്റേഷനിൽ തന്നെ വന്നിരിക്കുന്നത്. ബാക്ക് ടു പ്രസന്റിലേക്ക് വരുമ്പോ അപ്പൊ അവിടേക്ക് ആ പൊളിറ്റീഷ്യൻ വന്നു. കാരണം ഇയാളുമായിട്ടാണല്ലോ ധന അവസാനമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്. സോ പൊളിറ്റീഷ്യൻ വന്ന് എന്റെ ലീഡർ എനിക്ക് തന്ന കൂളിംഗ് ഗ്ലാസ് തിരിച്ചു തരാൻ പറഞ്ഞതിന് അവനാണ് എന്നെ അടിച്ച് ഈ അവസ്ഥയിലാക്കിയത്, ഞാൻ അവനൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞു. എന്നിട്ട് അന്ന് അവൻ എന്നെ അടിക്കാൻ വരുന്നതിന് മുമ്പ് ഒരുത്തൻ അവനെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു, അവന്റെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു. അതിന് ഇൻസ്പെക്ടറും ഓർമ്മ വന്നുടനെ പറയണം, അല്ലെങ്കിൽ തന്റെ പേരിൽ കേസെടുത്ത് അകത്താക്കുമെന്ന് പറഞ്ഞു. ഇതെല്ലാം കേട്ട മഹാരാജയ്ക്കും അയാൾക്ക് പേരെങ്ങാനും ഓർമ്മ വരുമോ എന്നുള്ള ഭയമുണ്ട്. അപ്പോഴാണ് പൊളിറ്റീഷ്യൻ ഓർമ്മ വന്നു എന്ന് പറഞ്ഞ് ഇൻസ്പെക്ടറിന്റെ അടുത്ത് വന്ന് മഹാരാജ എന്ന് പറയുന്നതിന് പകരം ഇളയരാജ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സൈഡിൽ ഒരു എസ്ഐ മഹാരാജയുടെ കേസും ഇപ്പുറത്ത് വേറൊരു എസ്ഐ ഇളയരാജയുടെ കേസും അന്വേഷിച്ചുകൊണ്ടിരുന്നു. അവിടുന്ന് കട്ട് ചെയ്ത് നമ്മുടെ വില്ലൻ സെൽവയെ കാണിക്കും. സെൽവന്റെ മകളുടെ 1ാം പിറന്നാൾ ആയതുകൊണ്ട് ഭാര്യയും കുട്ടീനെയും കൂട്ടി ഒരു ചെയിന് വാങ്ങാനായിട്ട് സ്വർണ്ണക്കടയിലേക്ക് വന്നതായിരുന്നു ഇയാള്. ഒരു ചെയിൻ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നാൽ ഇവരൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് ഇത്ര വില കൂടിയ ചെയിൻ എടുക്കണോന്ന് ഭാര്യ ചോദിച്ചു. എന്നാൽ മകൾക്കും ആ ചെയിൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് കടക്കാരനോട് ആ ചെയിന് പണിത് തരാൻ പറഞ്ഞിട്ട് ഇവർ അവിടുന്ന് പോയി. വീട്ടിലെത്തിയ ശേഷം രാത്രി കിടക്കുന്ന സമയത്ത് ഇത്രയും പണം കൊടുത്ത് ചെയിന് വാങ്ങേണ്ട ആവശ്യമുണ്ടോ എന്ന് ഭാര്യ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് സെൽവവും തന്റെ മകൾ ഇഷ്ടപ്പെടുന്നതൊക്കെ വാങ്ങിക്കൊടുക്കണം, അതിന് എത്ര വിലയായാലും ഇവൻ ചെയ്യുന്ന മോഷണവും കൊലപാതകത്തെയെല്ലാം ഇവൻ ന്യായീകരിക്കുന്ന പോലെ സംസാരിച്ചു. എന്നാൽ ഇവന്റെ ഈ ഒരു സ്വഭാവം ഇവന്റെ ഭാര്യയ്ക്ക് അറിയില്ല. അവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പുറത്ത് കാണാതായ കുപ്പത്തൊട്ടി പോലെ ഒരു കുപ്പത്തൊട്ടി ഉണ്ടാക്കി എടുക്കണമെന്ന് പറഞ്ഞ് ഒരു വെൽഡിംഗ് ഷോപ്പുകാരന്റെ അടുത്ത് പോലീസുകാർ വന്നിരിക്കുകയാണ്. ഷോപ്പുകാരന് ഉണ്ടാക്കി തരാം, പക്ഷെ 2 ദിവസം എടുക്കുമെന്ന് പറഞ്ഞു. അവിടുന്ന് കട്ട് ചെയ്ത സ്പോർട്സ് ക്യാമ്പിൽ പോയ മഹാരാജയുടെ മകള് ജ്യോതി അച്ഛൻ മഹാരാജയെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഇവള് വിഷമിച്ചിരിക്കുന്നത് കണ്ട PT മിസ്സും വീട്ടിലച്ഛനെ ഡോമിനേറ്റ് ചെയ്യുന്നത് പോലെ സംസാരിച്ചിട്ട് ഇപ്പൊ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അതിന് ജ്യോതിയും അച്ഛൻ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഞാൻ അച്ഛനെ വഴക്ക് പറയുന്ന സമയത്തും തിരുത്തുന്ന സമയത്തും എനിക്ക് എല്ലാം അറിയാന്ന് പറഞ്ഞ് അച്ഛൻ സന്തോഷിക്കാറുണ്ട് എന്നും പറഞ്ഞു. അവിടുന്ന് കട്ട് ചെയ്ത മഹാരാജയുടെ കേസും ഇളയരാജയുടെ കേസും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പോലീസുകാർ 2 പേരും
ഇപ്പൊ ഒരു സ്ഥലത്താണ് എത്തി നിൽക്കുന്നത്. ആ പോലീസുകാർ ഇപ്പോൾ ഉള്ളത് പഴയൊരു ഫാക്ടറിയിലാണ്. അവിടെ നിന്നാണല്ലോ മഹാരാജ ധനയെ കൊന്നത്. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന കൺഫ്യൂഷനിലാണ് ഈ രണ്ട് പോലീസുകാരും. അങ്ങനെ 2 ദിവസം കഴിഞ്ഞു. ഡ്യൂപ്ലിക്കേറ്റ് കുപ്പത്തൊട്ടി റെഡിയായി. അതേസമയം സെൽവം ഓർഡർ കൊടുത്ത ചെയിനും റെഡിയായി. അതും വാങ്ങി വീട്ടിലേക്ക് വരുന്ന സമയത്ത് സെൽവത്തിന്റെ ഭാര്യ കോൾ ചെയ്ത് വരുമ്പോ ഷേവ് ചെയ്തിട്ട് വരണമെന്ന് പറഞ്ഞു. സെൽവവും ഭാര്യ പറഞ്ഞതനുസരിച്ച് ഷേവ് ചെയ്യാനായിട്ട് സലൂൺ കട അന്വേഷിക്കുമ്പോ ഒരു കട കണ്ടു. കടയ്ക്കുള്ളിൽ പോയപ്പോ അവിടെ മഹാരാജ ഉണ്ടായിരുന്നു. എന്നാൽ ആ സമയത്ത് മഹാരാജ വളരെ ചെറുപ്പക്കാരനായിരുന്നു. ഈ മഹാരാജ അവന്റെ ഭാര്യ മരിക്കുന്നതിന് മുൻപ് റാംകി സലൂണിലാണല്ലോ ജോലി ചെയ്തിരുന്നത്. ആക്ച്വലി നമ്മളുടെ വില്ലനെ കാണിക്കുന്നതും അയാൾ മോഷണവും കൊലപാതകങ്ങളും ഒക്കെ ചെയ്തിരുന്നതും എല്ലാം ഫ്ലാഷ് ബാക്കിലായിരുന്നു. സിനിമയുടെ തുടക്കത്തില് ഇന്ന് വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും നീ വേണം ഷേവ് ചെയ്ത് കൊടുക്കാൻ, എന്നാലേ ലീവ് തരുള്ളൂ എന്ന് ഓണർ പറഞ്ഞിരുന്നല്ലോ. ആ ദിവസം സെൽവൻ ഷേവ് ചെയ്യാനായിട്ട് വന്നിരുന്നു. മഹാരാജ ഷേവ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ട്രിമ്മറിലെ ബാറ്ററി തീർന്നു പോയത്. സോ ബാറ്ററി വാങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞ് മഹാരാജ പുറത്തേക്ക് പോയി. അപ്പൊ സെൽവത്തെ അവന്റെ കൂട്ടാളിയായ ശബരി കോൾ ചെയ്ത് ന്യൂസ് പേപ്പറിൽ ഇവര് ചെയ്ത കൊലപാതകങ്ങളുടെയും മോഷണങ്ങളുടെയും എല്ലാം ന്യൂസ് ആരോ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഏതോ നോർത്ത് ഇന്ത്യൻസ് ആണ് ഇത് ചെയ്തത് എന്ന പോലെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. ന്യൂസ് പേപ്പർ വായിച്ച സെൽവവും ശബരിനോട് ഇത് നമ്മളാണ് ചെയ്തതെന്ന് എഴുതിയിട്ടില്ല, സോ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാറ്ററി വാങ്ങാൻ പോയ മഹാരാജ തിരിച്ചു വന്നിരുന്നു. എന്നാൽ എപ്പോഴാ വന്നതെന്ന് സെൽവത്തിന് അറിയില്ല. എങ്കിലും അവിടുന്ന് ഷേവ് ചെയ്ത് സെൽവം പെട്ടെന്ന് വീട്ടിലേക്ക് പോയി. വീട്ടില് മകളുടെ ബർത്ത്ഡേ സെലിബ്രേഷന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവിടേക്ക് വന്ന ശബരിയോട് സെൽവം, ഞാൻ ഫോണിൽ സംസാരിക്കുന്നത് ആ സലൂൺ കടയിലുള്ളവൻ കേട്ടോ എന്ന് സംശയമുണ്ട്. അവൻ കേട്ടിട്ടുണ്ടെങ്കിൽ പോലീസിനോട് ഉറപ്പായിട്ടും പറയും, അതുകൊണ്ട് അവനെ വക വരുത്തണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഭാര്യ വന്ന് മകൾക്ക് വാങ്ങിയ ചെയിന് കാണുന്നില്ല എന്ന് പറഞ്ഞു. എല്ലാവരും അത് വീട്ടില് തെരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സലൂൺ കട കാണിക്കുന്നത്. സെൽവ അവിടെ ആ ചെയിന് മറന്നു വെച്ചിട്ട് പോയതായിരുന്നു. മഹാരാജ ആ ചെയിന് കൊടുക്കാനായിട്ട് സെൽവത്തിന്റെ വീട് അന്വേഷിച്ച് വന്ന സമയത്താണ് പോലീസും അവിടേക്ക് വന്നത്. എന്നിട്ട് സെൽവത്തെ അറസ്റ്റ് ചെയ്തു. മഹാരാജ ചെയിന് തിരിച്ചു കൊടുക്കാനാണ് വന്നത്. എന്നാൽ ഇവനാണ് പോലീസിനെ കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് കരുതി സെൽവൻ തെറ്റിദ്ധരിച്ചു. സെൽവത്തിന്റെ ഭാര്യയ്ക്ക് അവിടെ എന്താണ് നടക്കുന്നതെന്നൊന്നും മനസ്സിലായില്ല. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പോലീസിനോട് പറയാൻ സെൽവയോട് പറഞ്ഞെങ്കിലും അയാൾ ഒന്നും മിണ്ടാതെ നിന്നു. ഇത് കണ്ട ഭാര്യയും ഇവൻ കുറ്റവാളിയാണെന്ന് മനസ്സിലാക്കി. സെൽവത്തെ സംബന്ധിച്ചിടത്തോളം മഹാരാജയാണ് പോലീസിനെ കൂട്ടിക്കൊണ്ടു വന്നത്. ഇതെല്ലാം ചെയ്തത് അവനാണ് എന്ന് വിശ്വസിച്ചാണ് സെൽവൻ ജയിലിലേക്ക് പോയത്. സെൽവത്തിന്റെ വൈഫും മകളെ പോലും കാണിക്കാതെ കരഞ്ഞുകൊണ്ട് പോലീസിനോട് സെൽവത്തെ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ഫ്ലാഷ് ബാക്ക് ആണ്. സ്ക്രീൻ പ്ലേയില് പാസ്റ്റും പ്രസന്റും മാറി മാറിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സിനിമയുടെ ഈ ഒരു സ്റ്റേജ് എത്തുന്നത് വരെ നമുക്കത് മനസ്സിലാവുകയില്ല. ഇതിനെല്ലാം ശേഷം ഇപ്പൊ ജ്യോതിയുടെ സ്പോർട്സ് ക്യാമ്പ് അവസാനിച്ചു. നൈറ്റ് ആകുമ്പോഴത്തേക്ക് അവൾ വീട്ടിലേക്ക് വരും. നെക്സ്റ്റ് ഡേ രാവിലെ പ്രാക്ടീസിന് പോകണമെങ്കിൽ അവൾ എടുത്ത് ഷൂ ഇല്ല. അതുകൊണ്ട് മഹാരാജയോട് പുതിയൊരു ഷൂ വാങ്ങണം എന്ന് പറഞ്ഞ് ഷൂവിന്റെ മോഡലൊക്കെ വാട്സപ്പിൽ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മഹാരാജ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കോൺസ്റ്റബിൾ അവന്റെ അടുത്തേക്ക് വന്ന് നാളെ രാവിലെ കുപ്പത്തൊട്ടി നിന്റെ വീട്ടിലുണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പുറത്ത് റെഡിയായ ഡ്യൂപ്ലിക്കേറ്റ് കുപ്പത്തൊട്ടിയിൽ ചതവൊക്കെ വരുത്തി കാണാതായ കുപ്പത്തൊട്ടി പോലെ ആക്കുകയാണ് നല്ല ശിവം. ഒരു പക്ഷേ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് കണ്ടുപിടിച്ചാൽ എന്ത് ചെയ്യുന്നു ഇൻസ്പെക്ടറിനോട് ചോദിച്ചതിന് ഇൻസ്പെക്ടറും അവന്റെ കുപ്പത്തൊട്ടി മാത്രമാണ് കാണാതെ പോയതെങ്കിൽ ഇതവൻ ഒന്നും മിണ്ടാതെ വാങ്ങും. അല്ല, കുപ്പത്തൊട്ടിയിൽ വേറെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആരാ കള്ളൻ, എന്തിനാ എടുത്തത് എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അവൻ ചോദിക്കും. അതിൽ നിന്ന് അവൻ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാന്ന് ഇൻസ്പെക്ടറും പറഞ്ഞു. ഇപ്പൊ കുപ്പത്തൊട്ടി റെഡിയായി. ഇനി ഇത് മോഷ്ടിച്ചത് ഇവനാണ് എന്ന് പറഞ്ഞ് കാണിക്കാൻ ഒരാള് വേണം. അതിന് ഈ ഇൻസ്പെക്ടർ കള്ളത്തരങ്ങൾ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എല്ലാ കള്ളന്മാരുമായിട്ട് നല്ല കോണ്ടാക്ട് ആണ്. സോ ഓരോരുത്തരെയായിട്ട് കോൾ ചെയ്ത് നോക്കി. എന്നാൽ എല്ലാവരും കുപ്പത്തൊട്ടി മോഷ്ടിച്ചതിന്റെ പേരിലാണ് സറണ്ടർ ആവേണ്ടതെന്ന് പറഞ്ഞതും കള്ളന്മാരുടെ ഇമേജ് പോവും എന്നുള്ളത് കൊണ്ട് ആരും അതിന് സമ്മതിച്ചില്ല. ഇൻസ്പെക്ടറും കോൺസ്റ്റബിളിനോട് രാവിലെ ആവുമ്പോഴേക്കും സറണ്ടർ ആവാനായിട്ട് ഒരാളെ വേണം. 30,000 അല്ല 50,000 കൊടുക്കാം. പിന്നെ കുപ്പത്തൊട്ടിന്ന് വേറെ എന്തെങ്കിലും വലുതായിട്ട് കിട്ടിയാ അതിന്നും പാതി കൊടുക്കാന്ന് പറഞ്ഞപ്പോ നല്ല സിംഹ ഇൻസ്പെക്ടറിനോട് ഞാൻ വേണമെങ്കിൽ കള്ളനായിട്ട് അഭിനയിച്ച് സറണ്ടർ ആവാം, ഒരു കുപ്പത്തൊട്ടിയുടെ കേസല്ലേ, ആ 50,000 രൂപ എനിക്ക് തന്നാ മതി എന്ന് പറഞ്ഞു. ഇൻസ്പെക്ടറും നിനക്ക് അഭിനയിക്കാൻ അറിയുമെന്ന് നല്ല സിംഹത്തോട് ചോദിച്ചതിന് അയാളും എന്താ നടന്നതെന്ന് സാറ് പറഞ്ഞു തന്നാ മതി, അതുപോലെ ഞാൻ അഭിനയിച്ചോളാം എന്ന് പറഞ്ഞു. ഇൻസ്പെക്ടർ നേരെ സ്റ്റേഷനിലേക്ക് കോൾ ചെയ്ത് മഹാരാജയോട് അന്ന് നടന്ന സംഭവം എല്ലാം ഒന്നുകൂടി പറയാൻ പറഞ്ഞു. അപ്പൊ സ്റ്റേഷനിലുള്ള കോൺസ്റ്റബിളും സർ ഒരുപാട് തവണ കേട്ടതാണ്, ഇനി കേൾക്കാൻ എനിക്ക് വയ്യാന്ന് പറഞ്ഞതും നീ ഒന്നും കേൾക്കണ്ട, ഫോൺ കട്ട് ചെയ്യണ്ട, ഞങ്ങൾ ഇവിടുന്ന് കേട്ടോളാന്ന് ഇൻസ്പെക്ടറും പറഞ്ഞു. ഇപ്പുറത്ത് ജ്യോതി സ്പോർട്സ് ക്യാമ്പ് കഴിഞ്ഞ് രാത്രി വീട്ടിലെത്തി. ഇവിടെ മഹാരാജയും കഥ പറയാൻ തുടങ്ങി. അന്ന് ഞാൻ വീട്ടിലേക്ക് വന്ന് ചെടിച്ചട്ടിയുടെ അടിയിൽ നിന്ന് ചാവി എടുത്ത് ഡോറ് തുറന്ന് ബാഗ് അഴിച്ചു വെച്ച് അങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ ജ്യോതിയും അതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിലേക്ക് വന്നു, ചെടിച്ചട്ടിയുടെ അടിയിൽ നിന്ന് ചാവി എടുത്തു,
ഡോറ് തുറന്നു, ബാഗ് അഴിച്ചു വെച്ചു. ഇതെല്ലാം ചെയ്തത് മഹാരാജയുടെ മകളാണ്. ആക്ച്വലി മഹാരാജ അന്ന് രാത്രി 10 മണിക്ക് വീട്ടിലേക്ക് വന്നിട്ടില്ലായിരുന്നു. മകൾക്ക് നടന്ന കാര്യങ്ങളാണ് മഹാരാജ മാറ്റി തനിക്ക് നടന്നതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ജ്യോതിക്ക് എന്താണ് സംഭവിച്ചെന്ന് നോക്കാം. ജ്യോതി ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആരോ 3 പേര് വീട്ടിൽ പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് എന്തോ വീഴുന്ന സൗണ്ട് കേട്ടതും ഒരുത്തൻ വന്ന് അവളുടെ വാ പൊത്തിപ്പിടിച്ചു. അവൾ അയാളുടെ കൈക്ക് കടിച്ചതും മൂന്നാമത്തവൻ വന്ന് ജ്യോതിയെ അടിച്ചു ബോധം കെടുത്തി. ഈ മൂന്നാമത്തവൻ ആരാണെന്ന് വെച്ചാൽ ഫ്ലാഷ് ബാക്കിലെ വില്ലൻ സെൽവ ആയിരുന്നു. ബാക്കി 2 പേര് ആരാണെന്ന് നോക്കിയ മഹാരാജ തലയർത്ത് കൊന്ന ധനയും പിന്നെയുള്ളവൻ കുപ്പത്തൊട്ടി മോഷിച്ചതിന് സറണ്ടർ ആവാന്ന് പറഞ്ഞ നല്ല ശിവവുമാണ്. ഇയാളെയാണ് ധന മരിക്കുന്നതിന് മുൻപ് പോലീസിന്റെ സഹായി എന്ന് പറഞ്ഞിരുന്നത്. സോ ഇയാളെ കണ്ടെത്താനായിട്ടാണ് മഹാരാജ രാവും പകലും ഇല്ലാതെ പോലീസ് സ്റ്റേഷനിൽ തന്നെ ഇരുന്നത്. ഇവര് 3 പേരും മഹാരാജയെ കൊല്ലാനായിരുന്നു വന്നത്. സെൽവ ഇത്രനാളും ജയിലായിരുന്നല്ലോ, അതിന് കാരണക്കാരൻ മഹാരാജയാണെന്ന് കരുതി പ്രതികാരം ചെയ്യാനാണ് വന്നിരിക്കുന്നത്. കുറച്ചു ദിവസം മഹാരാജയെ ഇവൻ ഫോളോ ചെയ്തിരുന്നു. കറക്റ്റ് 10 മണി ആവുമ്പോഴേക്കും മഹാരാജ വീട്ടിലേക്ക് വരാറുണ്ട്. എന്നാൽ അന്ന് ജ്യോതിക്ക് ഷൂ വാങ്ങണം എന്നുള്ളത് കൊണ്ട് ഷൂ എല്ലാം വാങ്ങി ലേറ്റ് ആയിട്ടായിരുന്നു വീട്ടിലേക്ക് വന്നത്. ഒരാഴ്ചയായിട്ട് വീട്ടിലുണ്ടാവാതിരുന്ന മകളും അന്നായിരുന്നു വന്നത്. അതുകൊണ്ട് മകൾ ഇവരെ കണ്ടതും അവളെ അടിച്ച് ബോധം കെടുത്തേണ്ടി വന്നു. വീണ്ടും അവര് മഹാരാജയെ വെയിറ്റ് ചെയ്തിരുന്നു. എന്നാൽ മഹാരാജ ഷൂ പർച്ചേസ് ചെയ്യേണ്ട തിരക്കിലായിരുന്നു. പക്ഷേ ഈ നല്ല ശിവൻ ജ്യോതിയെ റേപ്പ് ചെയ്തു. മഹാരാജ ഒരുപാട് നേരമായിട്ടും വരുന്നത് കാണാത്തതുകൊണ്ട് സെൽവ മറ്റ് 2 പേരെയും കൂട്ടി ജ്യോതിയെ കൊല്ലാതെ അവിടുന്ന് പോയി. ഇതെല്ലാം ആലോചിച്ച് മഹാരാജ സ്റ്റേഷനിലിരുന്ന് കരഞ്ഞു. എങ്കിലും മകൾക്ക് നടന്ന ആ ഒരു സംഭവം മറച്ചു വെച്ച് മഹാരാജയെ വന്നവര് അടിച്ച് ലക്ഷ്മിയെ എടുത്തോണ്ട് പോയി എന്ന പോലെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ ഒരു പോലീസുകാരനും നീ കുപ്പത്തൊട്ടി കാണാത്തതിനല്ല വേറെ എന്തിനോ ആണ് കരയുന്നതെന്ന് മനസ്സിലാക്കി മഹാരാജയോട് പറഞ്ഞു. മഹാരാജ പറഞ്ഞ കാര്യമെല്ലാം നല്ല ശിവൻ കേട്ടിട്ട് മഹാരാജ വേറെന്തിനോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് സെൽവത്തിനെ കോൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. സെൽവവും നീ വേറൊന്നും ചെയ്യാതെ അവരുടെ കൂടെ തന്നെ പോകണമെന്ന് പറഞ്ഞെങ്കിലും നല്ല ശിവൻ ഞാൻ ഇവരുടെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ പോവാണെന്ന് പേടിയോടെ പറഞ്ഞ് കോള് കട്ട് ചെയ്തു. ഇൻസ്പെക്ടറും നല്ല ശിവൻ പോയ വേറെ ആളെ തിരയുന്നതെല്ലാം കഷ്ടപ്പാടാണ്. സോ അന്ന് രാത്രി ഇൻസ്പെക്ടറിന്റെ വീട്ടിൽ തന്നെ നല്ല ശിവത്തിനോടും കോൺസ്റ്റബിളിനോടും താമസിച്ചോളാൻ ഇൻസ്പെക്ടർ പറഞ്ഞു. അവിടുന്ന് കട്ട് ചെയ്ത് പിന്നെ ഫ്ലാഷ് ബാക്കിൽ മഹാരാജയാണ് കാണിക്കുന്നത്. മഹാരാജ മകൾക്ക് ഷൂ എല്ലാം വാങ്ങി വീട്ടിലേക്ക് വന്നപ്പോൾ മകളെ ആ ഒരു അവസ്ഥയിൽ കണ്ടതും അയാൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അലറിക്കരഞ്ഞു. എന്നിട്ട് മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിനുശേഷം ജ്യോതി സംസാരിക്കാൻ കഴിയാതെ സംസാരിക്കുമ്പോൾ ഒരു അച്ഛനായിട്ടുള്ള മഹാരാജയുടെ കരച്ചില് നമുക്ക് കാണാൻ കഴിയും. അത് കാണുമ്പോൾ നമുക്ക് തന്നെ കരച്ചിൽ വരും. എന്നിട്ട് ജ്യോതി മഹാരാജയോട് ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛൻ ചെയ്തു തരില്ലേ, എന്നെ ഈ അവസ്ഥയിലാക്കിയവനെ എനിക്ക് നേരിട്ട് കാണണമെന്ന് ജ്യോതി പറഞ്ഞു. അതുകൊണ്ട് അത് നിറവേറ്റണമെന്ന് കരുതിയാണ് മഹാരാജ പോലീസിനോട് ആ 3 പേരിൽ ഒരുത്തന്റെ പുറകിൽ മുഴയുണ്ടെന്ന് പറഞ്ഞത്. ആദ്യം അവരെ 3 പേരെയും കൊല്ലണം എന്നായിരുന്നു ഇവൻ വിചാരിച്ചിരുന്നത്. എന്നാൽ മകളുടെ ഈ ഒരു ആവശ്യം കേട്ട് വീട്ടിലേക്ക് വന്ന ശേഷം വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും ഇവൻ തന്നെയാണ് അടിച്ചു പൊട്ടിച്ചത്. സ്വയം പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ലക്ഷ്മിയെ കാണാനില്ലെന്ന് പറഞ്ഞൊരു കഥയുണ്ടാക്കി പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തത്. ഇപ്പൊ ലക്ഷ്മി എവിടെയാണുള്ളതെന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ ജ്യോതി കിടക്കുന്ന ബെഡിനടിയിൽ ഭദ്രമായിട്ട് വെച്ചിട്ടുണ്ട്. ബാക്ക് ടു പ്രസന്റിലേക്ക് വരുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കുപ്പത്തൊട്ടി എടുത്ത് നല്ല ശിവത്തിനെയും കൂട്ടി മഹാരാജയുടെ വീട്ടിലേക്ക് ഇൻസ്പെക്ടറും SIയും കോൺസ്റ്റബിളും എല്ലാവരും വന്നു. നല്ല ശിവവും എങ്ങനെയാണ് കുപ്പത്തൊട്ടി മോഷ്ടിച്ചതെന്ന കാര്യവും പറയാൻ തുടങ്ങി. ഡോറ് തുറന്ന് അകത്ത് കയറി ബാഗ് അഴിച്ചു വെച്ചു. ഡ്രസ്സ് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പോയി വാ പൊത്തി എന്ന് പറഞ്ഞ് ജ്യോതിയുടെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് വാ പൊത്തി പിടിക്കുന്നത് പോലെ കാണിക്കുന്നത്. പിന്നെ മഹാരാജയ്ക്ക് പൊക്കമുണ്ടല്ലോ, നല്ല ശിവവും പേടിച്ചുകൊണ്ട് കൈ മുകളിലേക്ക് പൊക്കി പിടിക്കുന്ന പോലെ കാണിച്ചു. എന്നിട്ട് അപ്പൊ എന്റെ കയ്യിൽ കടിച്ചു, അതിന് നിന്നെ ഞാൻ അടിച്ചു, അതിന് ക്ഷമിക്കണം എന്ന് പറഞ്ഞതും മഹാരാജ അയാളെ പോയി കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പുറത്ത് തടവി നോക്കിയപ്പോ അയാളുടെ പുറത്ത് ഒരു മുഴയുണ്ടായിരുന്നു. ഇവനാണ് തന്റെ മകളെ ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാക്കി മഹാരാജ അയാളോട് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു. പോലീസ് കുറച്ച് മാറി നിന്ന ശേഷം മഹാരാജ പതിയെ അയാളെ വഴക്കു പറഞ്ഞു. അതിനൊരു കൂസലും ഇല്ലാതെ നല്ല ശിവവും ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ അന്ന് തന്നെ നിന്റെ മകളെ കൊന്നു കളഞ്ഞേനെ, ഇത് ഇതോടെ വിട്ടേക്ക്, അല്ലെങ്കിൽ ഞാൻ അകത്ത് പോയി വന്നാലെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ഇൻസ്പെക്ടർ അവിടേക്ക് വന്നു. എന്നിട്ട് പുറത്ത് വന്നാൽ നീ എന്താ ചെയ്യാ, ഇനി എന്തെങ്കിലും ചെയ്താ നിന്റെ കാര്യം അത്രേ ഉള്ളൂ, മഹാരാജ ഇവനെ എന്താ ചെയ്യേണ്ടതെന്ന് നീ പറ എന്ന് ഇൻസ്പെക്ടർ മഹാരാജയോട് പറയാൻ പറഞ്ഞതും ഇയാളെ വെറുതെ വിട്ടേക്കെന്ന് മഹാരാജ പറഞ്ഞു. ഇൻസ്പെക്ടറും ലക്ഷക്കണക്കിന് കാശ് നീ ചെലവാക്കി, നിന്റെ വീടാകെ അലങ്കോലാക്കി, ഇവൻ എങ്ങനെയാണ് വെറുതെ വിടുന്നത്, എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് വീണ്ടും വീണ്ടും ചോദിച്ചതിനും മഹാരാജ വേണ്ട സർ വിട്ടേക്ക് എന്ന് മാത്രം പറഞ്ഞപ്പോ നിന്റെ മകളെ റേപ്പ് ചെയ്തവനെ വെറുതെ വിടണോ എന്ന് ചോദിച്ചതും നല്ല ശിവ ഇത് കേട്ട് വല്ലാതൊന്ന് ഷോക്കായി. ആക്ച്വലി തലേന്ന് രാത്രി തന്നെ മഹാരാജയുടെ മകള് റേപ്പ് ചെയ്യപ്പെട്ടതാണെന്നും അതിന് കാരണം ഈ നല്ല ശിവ ആണെന്നൊക്കെ ഇൻസ്പെക്ടറിന് വിവരം കിട്ടിയിരുന്നു. ഫ്ലാഷ് ബാക്കില് മഹാരാജ കേസും ഇളയരാജ കേസും ഒരു സ്ഥലത്ത് മീറ്റ് ആയിരുന്നല്ലോ. അവിടെ ധന മരിച്ചിരുന്ന ആ സ്ഥലത്ത് നിന്ന് അവന്റെ ഫോണിലേക്ക് നല്ല ശിവൻ കോള് ചെയ്തിരുന്നു. അതിനുശേഷമാണ്
ഇവനെ സസ്പെക്ട് ആക്കി. ഇവൻ ഇങ്ങനെയെല്ലാം ചെയ്തതും ജ്യോതിക്ക് ഇങ്ങനെ നടന്നതെല്ലാം പോലീസ് ഓൾറെഡി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ബാക്ക് ടു പ്രസന്റിലേക്ക് വരുമ്പോ നല്ല ശിവത്തിന്റെ ഷർട്ട് കീറി ഇതെല്ലാം നീ പറഞ്ഞ പുറത്തു മുളച്ച ചെവി, ഇവനെ അന്വേഷിച്ചല്ലേ നീ വന്നത് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്പെക്ടർ ഒരു വെട്ടുകത്തി എടുത്ത് മഹാരാജയുടെ കയ്യിൽ കൊടുത്ത് മെയിൻ ഡോറും പുറത്തുനിന്ന് ലോക്ക് ചെയ്തിട്ട് പോലീസ് പുറത്തേക്ക് പോയി. അപ്പൊ കോൺസ്റ്റബിൾ ഇൻസ്പെക്ടറിനോട് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമുക്ക് പ്രശ്നമാവില്ലെന്ന് ചോദിച്ചതിന് ഇൻസ്പെക്ടറും നമ്മുടെ മക്കൾക്കാണിത് സംഭവിച്ചതെങ്കിൽ വെറുതെ വിടോ, അവൻ ചാവേണ്ടവനാണെന്നും പറഞ്ഞ് പോലീസ് അവിടുന്ന് പോയി. മഹാരാജയും അവന്റെ വീടിനകത്ത് വെച്ച് നല്ല ശിവത്തിന്റെ കഴുത്തറുത്തു കൊന്നു. അതിനുശേഷം മൂന്നാമനെ അന്വേഷിച്ചു പോയി. സെൽവ ഒരു ബിൽഡിംഗിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സെൽവത്തെ കണ്ടപ്പോഴാണ് മഹാരാജയ്ക്ക് 10-15 വർഷം മുമ്പ് നടന്ന ആ കാര്യം ഓർമ്മ വന്നത്. സെൽവവും മഹാരാജയെ കണ്ട് നീ കാരണമാണ് ഞാൻ ജയിലിൽ പോയത്, നീ കാരണം എന്റെ ഭാര്യയും മകളും എന്നെ വിട്ടുപോയി, മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് മഹാരാജയെ ഒരുപാട് അടിച്ചു. രണ്ടുപേരും ഒരുപാട് ഫൈറ്റ് ചെയ്തു. അങ്ങനെ ഒരു ഘട്ടത്തിൽ മഹാരാജ മകൾക്ക് വേണ്ടി സെൽവത്തെ അടിച്ച് എഴുന്നേക്കാൻ പറ്റാത്ത രീതിയിലാക്കി. എന്നാൽ കൊന്നില്ല, കാരണം ജ്യോതി ഇവനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് മകളെ അവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് സെൽവത്തെ കാണിച്ചു കൊടുത്തു. എന്നാൽ ജ്യോതി മഹാരാജയോട് പുറത്തു പോകാൻ പറഞ്ഞ് സെൽവത്തോട് ഒറ്റയ്ക്ക് സംസാരിച്ചു. ഈ ലോകത്ത് ഇത്രയും വൃത്തികെട്ടവന്റെ മുഖം എങ്ങനെയായിരിക്കണമെന്ന് കാണാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. കണ്ടു, ഈ സ്വർണ്ണമല്ലേ നിനക്ക് വേണ്ടത്, ഇന്നാ നീ എടുത്തോ. ഞാൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ അച്ഛൻ നിന്നെ കൊന്നേനെ. നിന്റെ ജീവൻ എന്റെ പിച്ചയാണ്, എവിടെയെങ്കിലും പോയി ജീവിച്ചോ എന്ന് പറഞ്ഞ് അവിടുന്ന് മഹാരാജയുടെ കൂടെ പോയി. അപ്പൊ സെൽവ ആ സ്വർണ്ണം എടുത്ത് നോക്കുമ്പോ അതിനിടയിൽ 10-15 വർഷം മുമ്പ് തന്റെ മകൾക്ക് 1ാം പിറന്നാളിന് വാങ്ങിയ മാല അതിനിടയിൽ കണ്ടു. അപ്പോഴാണ് അന്ന് മഹാരാജ മാല തിരിച്ചു തരാനാണ് വന്നത്. സെൽവത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ചെയിൻ അവന് കൊടുക്കാൻ സാധിച്ചില്ല. അതിനുവേണ്ടി ഒരു ദിവസം മഹാരാജ ഭാര്യയും മകളെയും കൂട്ടി സെൽവത്തിന്റെ ഭാര്യയും മകളെയും കണ്ട് ചെയിന് കൊടുക്കാനായിട്ട് വന്നു. അതിന് ഇങ്ങനെ സമ്പാദിച്ച സ്വർണം തന്റെ മോൾക്ക് വേണ്ട, അന്തസ്സായി പണിയെടുത്ത് കിട്ടിയ പണം കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വാങ്ങി തന്നാൽ അത് വാങ്ങാമെന്ന് സെൽവത്തിന്റെ ഭാര്യ പറഞ്ഞിരുന്നു. അപ്പൊ അവരുടെ വീടിന്റെ ഓപ്പോസിറ്റില് ഒരു കടയുണ്ടായിരുന്നു. മഹാരാജ അവിടെ പോയി ബൊമ്മ വാങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ലോറി കൺട്രോൾ ഇല്ലാതെ വന്ന് ആ വീട്ടിലേക്ക് ഇടിച്ചു കയറിയത്. അപ്പൊ ആ വീട്ടിലുണ്ടായിരുന്ന 3 പേര് മരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് മഹാരാജയുടെ ഭാര്യയും മകളും സെൽവത്തിന്റെ ഭാര്യയും. സെൽവത്തിന്റെ മകളെ മേലെ റാക്കിൽ എടുത്തു വെച്ചിരുന്ന കുപ്പത്തൊട്ടി വീണ് രക്ഷിച്ചു. സ്വന്തം ഭാര്യയും മകളും മരിച്ചു പോയെങ്കിലും സെൽവത്തിന്റെ മകളെ സ്വന്തം മകളെ പോലെ നോക്കി ഇത്രയും വളർത്തി. ഇപ്പൊ സെൽവം തന്റെ മകളാണെന്ന് ഒന്നുകൂടെ കൺഫേം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ചെറുപ്പത്തിൽ സെൽവത്തിന്റെ മകളുടെ ഷോൾഡറിലേക്ക് സ്ലാബ് വീണിട്ട് വലിയൊരു മുറിവുണ്ടായിരുന്നല്ലോ. ആ ഒരു തഴമ്പ് ജ്യോതി പോകുന്ന സമയത്ത് അവളുടെ ഷോൾഡറിൽ സെൽവം കണ്ടു. അപ്പോഴാണ് ഇത് തന്റെ സ്വന്തം മകളാണെന്നും അവളെയാണ് താൻ ഇങ്ങനെ ക്രൂരമായി അടിച്ചതെന്നും മനസ്സിലാക്കി സെൽവം അലറിക്കരയാൻ തുടങ്ങി. എന്നിട്ട് മഹാരാജ വന്നതും അതെന്റെ മകൾ അമ്മുവല്ലേ, ഞാൻ അവളോടൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് കെഞ്ചിയെങ്കിലും അവൾ എന്റെ മകളാണെന്നും പറഞ്ഞ് മഹാരാജ മകളെയും കൂട്ടി അവിടുന്ന് ഓട്ടോയിൽ പോയി. ജ്യോതി ഓട്ടോയിൽ കയറുന്നതിന് മുൻപ് അതിൽ നടന്നപ്പോ അവിടെയുള്ള എംസാൻഡില് അവളുടെ ഫുട് പ്രിന്റ് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. സെൽവം ബിൽഡിങ്ങിന്റെ മേലെ നിന്ന് കരഞ്ഞുകൊണ്ട് അമ്മു പോവല്ലേ പോവല്ലേ എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. എങ്കിലും മഹാരാജ അപ്പോഴേക്കും ജ്യോതിയും കൂട്ടി അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. അപ്പൊ കുറ്റബോധം കൊണ്ട് സെൽവം ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. വീണപ്പോ തല പൊട്ടിയൊഴുകിയ ചോര ജ്യോതിയുടെ ഫുട് പ്രിന്റിലേക്ക് ഒലിച്ചിറങ്ങിയതും കാണിച്ച് ഈ സിനിമ അവസാനിക്കും. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോ ഒരു കുപ്പത്തൊട്ടിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഇത്രയൊക്കെ വാശി പിടിക്കുകയും അപമാനപ്പെടുകയൊക്കെ ചെയ്യുമെന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ടാവും. എന്നാൽ സെക്കൻഡ് ഹാഫ് മുതൽ നല്ലൊരു സസ്പെൻസ് ത്രില്ലർ എന്ന നിലയിൽ മുന്നോട്ട് കൊണ്ടുപോയി. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. സിനിമ കാണാത്തവർ ഉറപ്പായിട്ടും സിനിമ കാണണം. അപ്പൊ ഇതുപോലുള്ള വീഡിയോ കാണാനായിട്ട് നമ്മുടെ മൂവി മന്ത്ര മലയാളം എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ഓൾ എന്ന ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.